ഫ്രണ്ട്സ്, ഇതാ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ക്യാമില ലവ് അടുത്ത ഫ്ലവർ. ഇതാ ഹോളൊക്കെ വീണ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് പതുക്കെ ഒന്ന് വിരിയിച്ച് കൊടുക്കാം. മഴയിൽ വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളെ ഇനി എന്താണെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ, വിരിയിക്കാൻ പറ്റുമോ ഇല്ലയോ. ഇപ്പം തന്നെ പെറ്റൽസ് മഴ ആയതുകൊണ്ട് അങ്ങ് പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് ആ കൊഴിഞ്ഞു പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് വിരിയിച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതിൻ്റെ പെറ്റൽസ് നല്ല ഹാർഡാണ്. ഒത്തിരി ദിവസം ഈ ഫ്ലവർ അതുപോലെ തന്നെ നിൽക്കും. വെയിലാണെങ്കിൽ ഒത്തിരി ദിവസം നിൽക്കും. മഴ ആയതുകൊണ്ട് പിന്നെ അന്ന് നിന്നതങ്ങ് കൊഴിഞ്ഞു പോയി. ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. കണ്ട, എനിക്ക് നേരെ കാണിക്കാനും പറ്റുന്നില്ല. ഈ ഒരു കൈ കൊണ്ട് നമ്മളിത് വിരിയിച്ച് കൊടുക്കുമ്പോൾ അതിനൊരു ഭംഗിയില്ല. പെട്ടെന്നേ നല്ല ഭംഗി. ഇപ്പോൾ ഒരു കാറ്റൊക്കെ വീശുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതാണ് നല്ലവണ്ണം ആയില്ല അല്ലേ. ഇവിടെയൊക്കെ ഒരു പെറ്റൽസ് നല്ലവണ്ണം വിരിഞ്ഞാലേ അതിനൊരു ഭംഗിയുള്ളൂ. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ഫ്ലവറാണ് കേട്ടോ. ഇത് വാങ്ങി 5-6 പൂവെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമല്ലേ. എന്ത് ഭംഗിയല്ലേ, നല്ല ഭംഗി. ഇനി അടുത്ത ഒരു ബഡ് ഇതാ വന്നിട്ടുണ്ട്. ഇതാ അടുത്ത ഒരു ബഡ് ഇതാ ഇവിടെ കണ്ടോ, എവിടെയാൾ. ഇതാ ഒരു ബഡും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ബഡും കൂടി ഉണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ക്യാമില ലവ്. നല്ല റേറ്റുള്ള വെറൈറ്റിയാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ എല്ലാവരും 100 രൂപയ്ക്കും 150 രൂപയ്ക്കും വാങ്ങുന്നത് തന്നെയും കരഞ്ഞാണ് വാങ്ങുന്നത്. നമ്മളൊക്കെ ഇതൊക്കെ 2000 2500 രൂപയ്ക്ക് വാങ്ങിയ വെറൈറ്റി വരെ എനിക്ക് ചീത്തയായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ വയ്ക്കുന്ന വളത്തിൻ്റെ വ്യത്യാസമോ കാലാവസ്ഥയുടെ വ്യത്യാസമോ എല്ലാം വരാം. പിന്നെ ഒരു മനുഷ്യജീവനേ വിലയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ചെടിയുടെയൊക്കെ കാര്യങ്ങൾ പറയണോ? അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ പറയാറില്ല. ചെടിയല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് നഷ്ടം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പുതിയ വെറൈറ്റികൾ പഴയതിനെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ടാണ് പുതിയത് വാങ്ങി വെച്ചത്. അപ്പോൾ പുതിയതെല്ലാം ഒരു സമയമായപ്പം നമുക്ക് കഷ്ടകാലം വന്ന സമയത്തായിരിക്കാം ഇതെല്ലാം പോയതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒത്തിരി വെറൈറ്റി പോയി. 10-20 വെറൈറ്റിയോളം എനിക്ക് പോയി. ഫുള്ളും ഞാൻ സെയിൽ ചെയ്യുന്നതും കൊണ്ടായതുകൊണ്ട് പുതിയതൊക്കെ വരുന്ന സമയത്ത് ആ ട്യൂബറും ഞാനെടുത്ത് പോട്ട് ചെയ്ത് വയ്ക്കും. പക്ഷേ അതും ചീത്തയായി, പുതിയതല്ലാതെ വാങ്ങിയത് ചീത്തയായി. അങ്ങനെ ഒത്തിരി പ്ലാന്റ്സ് എനിക്ക് കേടായി പോയി. ഇപ്പോൾ ഇതാ മരുന്നെല്ലാം അടിച്ച് ഒരു വിധം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇത് എത്രത്തോളം ഇതിങ്ങനെ പോകുമെന്നുള്ളത്. അപ്പോൾ എന്നാലും നമ്മൾ വാങ്ങും. നമുക്ക് രക്തത്തിൽ അലിഞ്ഞു പോയ ഒരു കാര്യമായിപ്പോയി ഇങ്ങനെ വാങ്ങുക എന്നുള്ളത്. അപ്പം ഇനി ഞാൻ വാങ്ങി വയ്ക്കാൻ സ്ഥലമുണ്ടെങ്കിൽ വാങ്ങിയൊക്കെ വയ്ക്കും. അതായത് ഒത്തിരി വലിയ ഫ്ലവറാണ് കേട്ടോ. കാണുമ്പം തന്നെ നമുക്കറിയാം വലിയ ഫ്ലവറാണെന്നുള്ള അല്ലേ. എന്ത് ഭംഗി. അപ്പോൾ ഇതിൻ്റെ ട്യൂബർ ആകുവാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല, ട്യൂബർ കിട്ടൂലേ എന്നുള്ളതൊന്നും. എനിക്ക് കുറേ ഫ്ലവർ തന്നിട്ട് അങ്ങനെ കുറേ വെറൈറ്റീസ് പോയി. ഒരു ട്യൂബറോ ഒരു റണ്ണർ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് എനിക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ട്യൂബർ തരാമെന്നൊന്നും പറയുന്നില്ല. കിട്ടുവാണെങ്കിൽ ട്യൂബർ സെയിൽ ചെയ്യും. അപ്പോൾ അത് റേറ്റ് കൂടുതലായിരിക്കും എന്തായാലും. അപ്പോൾ വേണ്ടവർ, അപ്പോൾ ട്യൂബറാകുന്ന സമയത്ത് ഞാൻ സെൽ വീഡിയോ ഇടും. അപ്പോൾ വേണ്ടവർ വന്ന് വാങ്ങിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ക്യാമില കുട്ടിയെ കാണാൻ. അത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. ക്യാമില ലവ് ഒത്തിരി എനിക്കിഷ്ടമായ എന്നുവെച്ചാൽ പെറ്റൽസിനൊരു വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നത്തില്ലായിരിക്കും, പക്ഷെ അത് പിടിച്ച് നോക്കുമ്പോൾ നല്ല ഹാർഡായിട്ടുള്ള പെറ്റൽസും കുറേ ദിവസം നിൽക്കും. അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ക്യാമില ലവിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.